ഇറാനാകട്ടെ AI ഉപയോഗത്തിൽ വ്യത്യസ്തമായൊരു തന്ത്രം പിന്തുടരുന്നുണ്ട്. ഉയർന്ന ചെലവുള്ള കേന്ദ്രീകൃത സിസ്റ്റങ്ങൾക്ക് പകരം കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് വാർഫെയർ മോഡലുകളാണ് ഇറാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ് ഇറാന്റെ പ്രധാന ആയുധം. ഒരേ സമയം നിരവധി ഡ്രോണുകൾ പരസ്പരം ഡേറ്റ കൈമാറുന്നു. ചില ഡ്രോണുകൾ GPS ഇല്ലാതെയും ഓൺബോർഡ് AI നാവിഗേഷൻ ഉപയോഗിച്ചും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിവുള്ളവയാണ്. ഇവ ഇലക്ട്രോണിക് ജാമിംഗ് സാഹചര്യത്തിലും പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നു. കുറഞ്ഞ ചെലവിൽ ഇറാൻ നിർമ്മിച്ച ഈ സംവിധാനങ്ങൾ ഉയർന്ന ചെലവുള്ള US, ഇസ്രായേൽ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈന ഇറാൻ ബന്ധം ഈ AI യുദ്ധത്തിന്റെ മറ്റൊരു നിർണായക വശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ AI വികസന വിപണികളിൽ ഒന്നായ ചൈന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, സർവേലൻസ് അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നിവയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇറാൻ ഈ സാങ്കേതിക വിദ്യകൾ നേരിട്ടോ പരോക്ഷമായോ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. ചൈന ദിവസേന ഏകദേശം 11 മില്യൺ ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ബന്ധം തന്ത്രപരമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് സാങ്കേതിക സഹകരണത്തിനും വഴിയൊരുക്കുന്നു. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് സാറ്റലൈറ്റുകൾ ഇറാന് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഈ വിവരങ്ങൾ വിലയിരുത്തുന്നത് AI സംവിധാനങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾ കൃത്യമായി ഇറാൻ ആക്രമിക്കാൻ കഴിഞ്ഞതും ഈ AI സംവിധാനങ്ങളിലൂടെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു.